ഹേയ് ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തേന്ന് പറയുന്നത് തിരുവോണം സ്പെഷ്യലാണ് കേട്ടോ. തിരുവോണം സ്പെഷ്യലായിട്ട് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പതിവ് പോലെ ഇത് അത്തപ്പൂക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം മുറ്റത്തോട്ട് നോക്കിയപ്പോഴത്തേക്കിനും പൂക്കളൊന്നും കണ്ടില്ല. പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കുറേ പൂക്കളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഞാൻ നമ്മുടെ ആ ഒരു പരിസരത്തു നിന്ന് തന്നെ കേട്ടോ, അതായത് ഞങ്ങളുടെ മുറ്റത്തു നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന എൻ്റെ വീട്ടിലെ പൂക്കളും ചെടികളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഓരോ സംഭവം വെച്ചിട്ടാണ് ഞാൻ പൂവിടാറ്. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. പിന്നെ അതേ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലോട്ടായി. അത് കൂടുതലും അമ്മയായിരുന്നു ഇന്ന് അടുക്കളയിൽ. അങ്ങനെ അധികം കറികളൊന്നുമില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ഏകദേശം കരക്കി എടുത്തിട്ടുണ്ട്. അപ്പം സാമ്പാറുണ്ട്, പിന്നെ ചെറിയൊരു അവിയൽ പോലത്തെ ഒരിതുണ്ട്, പിന്നെ പയർ തോരനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തന്നെ ഉപ്പ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിപ്സും പിന്നെന്താ ശർക്കര വരട്ടി, അത് പയർ തോരൻ, പപ്പടം, പിന്നെ സാമ്പാർ, അവിയലെന്ന് ഉദ്ദേശിച്ചത് പയറും കായും കൂടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദിവസം എന്തോ ഒരു തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അച്ചാർ മാത്രം നമുക്ക് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അതിൻ്റെ കാര്യം വിട്ടുപോയി ആക്ച്വലി. പിന്നെ പച്ചടി അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ബീട്രൂട്ട് പച്ചടി, പിന്നെ സാമ്പാർ, അങ്ങനെയുള്ള പിന്നെ മോരും കാച്ചിയായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഓണത്തിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ചേട്ടായി കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്, പിന്നീട് അമ്മയായിരുന്നു. പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ അതുവഴി ഇതുവഴിയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് വൈകുന്നേരം ആയിട്ടോ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും. അപ്പം ഹാപ്പി ഓണം, എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം. അപ്പം ഇനി വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം സഹിച്ച് എൻ്റെ വീഡിയോസ് കണ്ടതിന് താങ്ക് യു.